സ്വിറ്റ്സർലാൻഡിനെ 3-1 എന്ന സ്കോറിന് തോപ്പിച്ചുകൊണ്ട് അർജന്റീന ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ അർജന്റീന ലീഡ് എടുക്കുന്നു. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നും മെക്കാലിസ്റ്റർ ഒരു ഹെഡർ ഗോൾ അത് നേടി അർജന്റീന മുന്നിലെത്തുന്നു. സെക്കൻഡ് ഹാഫിലെ 67ാമത്തെ മിനിറ്റിൽ എൻഡോയ് ഒരു 1-2 വിത്ത് റിക്കാർഡോ റോഡ്രിഗസ് നടത്തിയിട്ട് ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ മുന്നേറി ഡിഫൻഡറിനെ കബളിപ്പിച്ചിട്ട് ഒരു ഷോട്ട് എടുക്കുന്നു. നേരെ എമിലിയാനോ മാർട്ടിനസിന്റെ കാലിന്റെ നടുക്കൂടെ ആ ബോൾ വലയിൽ കയറുന്നു. അങ്ങനെ അർജന്റീന ഞെട്ടിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് ആധിപത്യം തിരിച്ച് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 90 മിനിറ്റ് കളി നടക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ബ്രീൽ എംബോളോടെ റെഡ് കാർഡ് സിമുലേഷൻ, അങ്ങനത്തെ ആ റെഡ് കാർഡോടുകൂടി സ്വിറ്റ്സർലാൻഡ് 10 പേരുമായിട്ട് ചുരുങ്ങുന്നു. എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫിൽ ജൂലിയൻ ആൽവറസ് ഒരു മഴവിൽ ഷോട്ട് ഉതിർക്കുന്നു. അത് ടോപ്പ് ബിൻസ് അർജന്റീന മുന്നിലെത്തുന്നു. പിന്നീട് കണ്ടെന്ന് വെച്ചാൽ ലൗട്ടാറോ മാർട്ടിനസിന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസിൽ നിന്നും ആ ഗോൾ ലീഡ് 3-1 ഉയർത്തി. സോ ദാറ്റ് കംപ്ലീറ്റ്സ് അർജന്റീനാസ് വിക്ടറി അഗെയിൻസ്റ്റ് സ്വിറ്റ്സർലാൻഡ്. കളിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട്, ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് സഹായിക്കുക. പിന്നെ അതിനുശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ. ഈ മാച്ചിന്റെ സ്റ്റാറ്റ്സിൽ നോക്കി കഴിഞ്ഞാൽ അർജന്റീന ഏകദേശം 59% പൊസിഷൻ, പിന്നെ സ്വിറ്റ്സർലാൻഡ് ഏകദേശം 41% പൊസിഷൻ. സോ ടോട്ടൽ ഷോട്ട്സ് അർജന്റീന 22, സ്വിറ്റ്സർലാൻഡ് 11. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് അർജന്റീന 7 ആൻഡ് സ്വിറ്റ്സർലാൻഡ് 5. ഇതാണ് മാച്ച് സ്റ്റാറ്റ്സ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പൊസിഷൻ്റെ അകത്ത് അർജന്റീന ഡോമിനേറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ഡോമിനേഷൻ കൂടുതലായിട്ട് കാണപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷമാണ്. സോ അതുവരെയ്ക്കുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു. ഫസ്റ്റ് ഗോൾ അർജന്റീന നേടിയതിനു ശേഷം വലിയ മുന്നേറ്റങ്ങളൊന്നും കാര്യങ്ങളൊന്നും കണ്ടില്ല. ദേ വേർ റിലക്റ്റന്റ് ടു സ്കോർ എ സെക്കൻഡ് ഗോൾ. വളരെ ഈസി ആയിട്ട് എടുത്തു. ഓക്കെ, ഒരു 1 ഗോൾ ലീഡുണ്ട്, അതിൻ്റെ കുഷനിൽ അവർ വളരെ ഈസി ആയിട്ട് പതുക്കെ മെല്ലെ പോക്ക് നയം എന്നൊക്കെ പറയുന്ന കണക്ക് അങ്ങനെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ക്വാർട്ടർ ഫൈനൽ പോലുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു കളി, ഒരു സ്ലോ മൂവ്മെന്റ്, സ്ലോ പേസിലെ കളി നടത്തി കഴിഞ്ഞിരുന്നാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാമ്പർ. ഒരു ചാൻസ് കിട്ടിയാൽ അത് സ്വിറ്റ്സർലാൻഡ് നേടും. പിന്നെ അതിനുശേഷം നമ്മൾ ഇത്രയും നേരം വരെ ഈ പതുക്കെ മെല്ലെ പോയതൊക്കെ നമുക്ക് തിരിച്ചടിക്കുന്നതായിട്ടാണ് സാധാരണ കാണാറ്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കളി നയം അർജന്റീന എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. ദേ ഷുഡ് ഹാവ് ലൈക്ക് അറ്റാക്ട്, പ്രോപ്പറായിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിരുന്നു. ആൻഡ് അതൊന്നും കണ്ടില്ല. ലൈക്ക് ദേ ടുക്ക് ഇറ്റ് സ്ലോ. അത് വളരെയധികം അഡ്വാൻറ്റേജ് സ്വിറ്റ്സർലാൻഡിന് കൊടുത്തു. ബിക്കോസ് അവര് ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് അത് സഹായിച്ചത്. അവര് കളിയുടെ ഒരു പേസ് ഏറ്റെടുക്കുന്നു, അതിന്റെ ആധിപത്യം, ഡോമിനേഷൻ എല്ലാം പതുക്കെ സ്വിറ്റ്സർലാൻഡിലേക്ക് കൈമാറിയിട്ട് സിറ്റ് ബാക്ക് ചെയ്യുന്ന അർജന്റീനയാണ് കണ്ടത്. സോ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ടാക്ടിക്സ്. ഇത് ഭാഗ്യം എന്നുള്ളൊരു സംഭവം മാത്രം കൊണ്ടാണ്. അല്ലെങ്കിൽ അർജന്റീന ഉറപ്പായിട്ടും പുറത്താകേണ്ട ഒരു കളി തന്നെയായിരുന്നു. പിന്നെ ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ്, അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ചാൻസ് ദാറ്റ് ഈ ഒരു പ്രകടനത്തെ, ഈ ഒരു വിജയത്തെ ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തി പറയാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. സോ ഐ തിങ്ക് സ്കലോണി ഹി നീഡ്സ് ടു ഡു ബെറ്റർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഈ ടീമിൽ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് കുറേ പേരുണ്ട്. അവരെന്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഈ പഴയ വയസ്സൻ പ്ലെയേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഐ മീൻ ലൈക്ക് ഹി മൈറ്റ് ബി പ്ലേയിങ് എക്സ്പീരിയൻസ് ഈ കളി വേൾഡ് കപ്പ് വിജയിച്ച ടീമിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം കളിക്കുന്നത്. പക്ഷേ അത് എല്ലാ ടീമുമായിട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് വിജയിച്ചത് പോയതാണ്. അല്ലാതെ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഏത് കളിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും ഗെയിംസിൽ നടന്നിട്ടുള്ളത്? കാബോഡയ്ക്കെതിരെ നടന്നിട്ടില്ല, പിന്നെ അതിനുശേഷം ഈജിപ്തിനെതിരെ നടന്നിട്ടില്ല, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിനെതിരെയും. ലൈക്ക് ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് വിൻ. തട്ടിമുട്ടി ജയിച്ചു പോകുന്നതല്ല എന്നല്ലാതെ വേറെ ഒരു കൺവിൻസിങ് വിജയമൊന്നും ആയിരുന്നില്ല. ആൻഡ് ഹാങ്ങിങ് ബൈ ദ സ്കിൻ ഓഫ് ദ ടീത്ത്, അത് തന്നെയാണ് പറയേണ്ടത്. ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നിമിഷങ്ങളിൽ വരുന്ന ഒരു എന്താ പറയുക മൊമെന്റ്സ്, അല്ലെങ്കിൽ ആ സമയത്ത് സംഭവിക്കുന്ന കുറച്ച് മിറക്കിൾ കൊണ്ട് മാത്രം ജയിച്ചു പോകുന്നു. ഇങ്ങനെയൊന്നും വേൾഡ് കപ്പ് ഒന്നും വിജയിക്കാനൊന്നും പറ്റില്ല. കഴിഞ്ഞ വർഷം നടന്നു, ബട്ട് ദിസ് ടൈം ഡെഫിനറ്റ്ലി നടക്കത്തില്ല. അടുത്ത ഗെയിം എന്തായാലും ഇംഗ്ലണ്ടുമായിട്ടാണ് നടക്കുന്നത്. സോ ഇംഗ്ലണ്ട് ഉറപ്പായിട്ടും പഞ്ഞിക്കിടും ഇങ്ങനത്തെ ഒരു ഗെയിമുമായിട്ട് പോയി കഴിഞ്ഞാൽ. കാരണം നമുക്കറിയാം ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രസ്സിംഗ് ഗെയിം കളിക്കുന്ന ടീമാണ്, കുറച്ചുകൂടെ ഫിസിക്കൽ ടീമാണ്. ആൻഡ് വിത്ത് ദിസ് സോർട്ട് ഓഫ് പ്ലേ എന്തായാലും മെസ്സിയും പിള്ളേരുടെയും തിരശ്ശീല വീഴുന്ന ഒരു കാഴ്ച ചിലപ്പോൾ മിക്കവാറും അടുത്ത ഗെയിമിൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് പ്രൂവ്സ്. നമ്മൾ അർജന്റീന ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മോശം ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ 2 വിങ്സിൽ, ലെഫ്റ്റും റൈറ്റും വിങ് കളിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഒട്ടും പേസ് ഇല്ലാത്ത പ്ലെയേഴ്സാണ്. ദേ ആർ നോട്ട് ടേക്കിംഗ് ഡിഫൻഡേഴ്സ് 1-on-1. അതൊന്നും ബീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഡിമറിയ കളിക്കുന്ന സമയത്ത് പറഞ്ഞേക്കും അവിടെ ആ ലെഫ്റ്റ് ഫ്ലാങ്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തുടരെ ഓടി നിൽക്കുന്ന ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഇപ്പൊ അതൊന്നുമല്ല. ആ 2 ഫ്ലാങ്കും ഭയങ്കര സ്ലോ ആണ്. വി ഹാവ് യങ്സ്റ്റേഴ്സ്. ഇപ്പൊ ബാർക്കോ ഒക്കെ പോലത്തെ പ്ലെയർ, നിക്കോ പാസിനെ പോലത്തെ പ്ലെയേഴ്സ്, അത്യാവശ്യം പേസ് ഒക്കെ ഉള്ള പ്ലെയേഴ്സ് നമ്മുടെ യങ് ബ്ലഡ് ഉണ്ട് അർജന്റീന ടീമിന്. അവരെയൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം നമ്മുടെ പ്ലെയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ
ടയർഡാണ്, വീക്കാണ്. നമ്മൾ കളികളെല്ലാം കാണുന്നുണ്ട്. എതിർ ടീമിലെ പ്ലേയേഴ്സ് ഒക്കെ നമ്മളെ ഈസി ആയിട്ട് ഔട്ട് ബീറ്റ് ചെയ്യുന്നു, ഓടി തോപ്പിക്കുന്നു. അടുത്ത ഗെയിമോടുകൂടി നമുക്ക് ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 95% ജസ്റ്റ് ഒരു 5% മാത്രമേ അർജന്റീനയ്ക്ക് സാധ്യത കൊടുക്കുന്നുള്ളൂ. സോ അതാണ് ഈ ഒരു ടീമിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ആൻഡ് അബൌട്ട് ദ റെഡ് കാർഡ്, ദറ്റ് ഈസ് ലൈക്ക് ക്ലിയർലി എ റെഡ് കാർഡ് ഇൻസിഡന്റ്. നമ്മൾ പല ആൾക്കാരും ഇതിൻ്റെ ഇടയ്ക്കുള്ള ചർച്ചകളിൽ പോലും അർജന്റീന, ഫിഫ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഈ ഒരു ഇൻസിഡന്റ് മനസ്സിലാകാതെ, ആൻഡ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണയില്ലെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് വാച്ചിങ് ഫുട്ബോൾ. അല്ലാതെ ഫുട്ബോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഈ 4 വർഷം കൂടുമ്പോൾ ഇതിനകത്തെ മേജർ ടൂർണമെന്റ് വരുമ്പോൾ അവിടെ പണ്ഡിറ്റാകാൻ വേണ്ടിയിട്ട് വരുന്ന കുറേ ടീമുകളുണ്ട്. എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഈ കാണുന്നത് വെച്ചിട്ട് വിലയിരുത്താനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുന്ന ടീംസ് ഉണ്ട്. സോ കഴിവതും നിങ്ങൾക്ക് പറ്റിയ സംഭവമല്ല ഈ ഒരു ഫുട്ബോളും കാര്യങ്ങളൊക്കെ. സ്റ്റോപ്പ് വാച്ചിങ് ഫുട്ബോൾ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം. ഈ റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ റെഡ് കാർഡ്, സിമുലേഷൻ, മിസ്റ്റേക്കൺ ഐഡന്റിറ്റി. ഇതാണ് ഫിഫ പുതിയ റൂൾ വെച്ചിട്ട് ഇതിനെ കാണുന്നത്. ആൻഡ് ആദ്യമേ പാരഡൈസിന് യെല്ലോ കാർഡ് കൊടുത്തു. ബ്രീ ലംബോളോ വന്ന് തട്ടി, അല്ലെങ്കിൽ ബ്രീ ലംബോളോനെ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞത് പുറത്താണ് പാരഡൈസിന് കൊടുത്തത്. ആൻഡ് ദെൻ വാർ ഇന്റർവെൻഷൻ ചെയ്യുന്നു. ആൻഡ് ദേ സീ ദാറ്റ് ദേഴ്സ് എ ക്ലിയർ ഡൈവ്. പാരഡൈസ് അതിനകത്ത് തൊടുന്നത് പോലും ഇല്ല, ചാടി ഡൈവ് ചെയ്തിട്ട് പാരഡൈസിന്റെ കാലിൽ ഇടിച്ചിട്ടാണ് എംബോളോ വീഴുന്നത്. സോ അത് ഒരു ക്ലിയർ കേസ് ഓഫ് സിമുലേഷൻ. ആൻഡ് റെഫറി പോയി ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഈ സെക്കൻഡ് യെല്ലോ കൊടുക്കുന്നു. ഓൾറെഡി ഒരു യെല്ലോയിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ഈ തോട്ടിത്തരം കാണിക്കേണ്ട ഒരു കാര്യമില്ല. ആൻഡ് ഹി കോസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ദിസ് ഗെയിം. അല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റെഡ് കാർഡ് വരുന്നത്. അതോടുകൂടി അവരുടെ മൊത്തത്തിൽ അവരുടെ പ്ലാൻ പൊളിഞ്ഞു. ആൻഡ് അവർ പിന്നെ സിറ്റ് ബാക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. സോ ബ്രീ ലംബോളോ കോസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ദിസ് ഗെയിം. അർജന്റീന അങ്ങനെ കഴിഞ്ഞ ലാസ്റ്റ് 6 ഗെയിംസ് അടുപ്പിച്ച് വിജയിച്ചിരിക്കുകയാണ്. സോ അത് അവരുടെ ലോങ്സ്റ്റ് വിന്നിംഗ് സ്ട്രീക്കാണ്. ഇതിന് മുമ്പ് അവർ നടത്തിയെന്ന് പറഞ്ഞാൽ 1965-66 സീസണിലാണ് ലോങ്സ്റ്റ് വിന്നിംഗ് സ്ട്രീക്ക് ഇൻ എ വേൾഡ് കപ്പ്. 6 ഗെയിംസ് ഇപ്പോൾ നേടിയിരിക്കുന്നു വിജയങ്ങൾ. ഈ കളിയിലെ മറ്റു റെയർ ആയിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മെസ്സി ഗോൾ അടിച്ചിട്ടില്ല. അങ്ങനെ തുടരെ 8 മത്സരങ്ങൾക്ക് ശേഷമാണ് നോക്കൌട്ട് ഗെയിംസിൻ്റെ അകത്ത് മെസ്സി ഗോൾ അടിക്കാതെ പോകുന്നത്. സോ അത് എന്താ പറയുക, ഒരു കാഴ്ചയായിരുന്നു. ആൻഡ് ഹി ഗോട്ട് എ ചാൻസ്. ഏറ്റവും അവസാനം ആ എക്സ്ട്രാ ടൈമിൽ ഒരു ചാൻസ് കിട്ടിയതായിരുന്നു. പക്ഷേ അത് നേരെ അടിച്ച് പ്ലെയറിന്റെ കാലിലേക്ക് പോകുന്നു. ഒരു 1-on-1 കിട്ടിയതായിരുന്നു. ഈ ഗെയിമിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നാൽ ലൈക്ക് മെസ്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഡേഞ്ചറസ് ടാക്ടിക്സ്. ഇതുമായിട്ട് എനിക്കറിയത്തില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരു ആധികാരിക വിജയവും ഒന്നും സമ്മാനിക്കുന്നില്ല. സോ ഇങ്ങനെയാണോ വേൾഡ് കപ്പ് വിജയിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കത്തില്ല. കാരണം ഇംഗ്ലണ്ടും ഒക്കെ ആയിട്ടൊന്നും അത് സാധ്യമാകത്തില്ല. അഥവാ ഇംഗ്ലണ്ടായിട്ട് സാധ്യമായി കഴിഞ്ഞാൽ ഫൈനലിൽ വന്നിട്ട് ഫ്രാൻസുമായിട്ട് ഒട്ടും സാധ്യമാകുന്നില്ല. സോ മേ ബി ഈ ടാക്ടിക്സ് മൊത്തവും അഴിച്ചു പണിഞ്ഞ് ഒരു പുതിയ ഒരു ഒരു അർജന്റീനയാണോ സ്കാലോണി പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് എനിക്ക് എടുത്ത് പറയാനുള്ളത് വെച്ച് പറഞ്ഞാൽ ദ റെസ്റ്റ് ഓഫ് ദി ടീം നീഡ്സ് ടു സ്റ്റെപ്പ് അപ്പ്. ഇപ്പൊ ചാൻസ് കിട്ടുന്ന സമയത്ത് അത് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും കാണുന്നത് വെച്ച് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ചാൻസസ് ഒരു ഹാഫ് ചാൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും വീണ്ടും പാസിന് പോവുകയാണ് ചെയ്യുന്നത്. ട്രൈങ് ടു ഫൈൻഡ് മെസ്സി. ഓക്കെ, മെസ്സിയുടെ കൊടുക്കാം, മെസ്സി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് തരും എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന കാഴ്ചയാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വെൻ യു ഗെറ്റ് യുവർ ചാൻസസ് അടിക്കുക, ഗോളിന് ശ്രമിക്കുക എന്നൊക്കെയാണ്. സോ ജൂലിയൻ ആൽവാരസ് ചെയ്തൊരു കാര്യം അത് തന്നെയാണ്. അങ്ങനെ ഇനിയിപ്പോൾ സെമി ഫൈനലിന് ഒരു മൗത്ത് വാട്ടറിംഗ് ക്ലാഷ് തന്നെയാണ് അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട്. ഏകദേശം 21 വർഷത്തിന് ശേഷമാണ് അർജന്റീന ഇംഗ്ലണ്ട് മത്സരം വേൾഡ് കപ്പിൽ വരുന്നത്. ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പ് മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, അന്ന് ബെക്കാം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്ന ഒരു ഗെയിം, സിമിയോണിനെ ഫൗൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവരെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അപ്പം അർജന്റീനനെ ഉറപ്പായിട്ടും മറ്റേ പഴയ ഒരു കർമ്മ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇംഗ്ലണ്ടിന്റെ ശ്രമം. പിന്നെ ഇംഗ്ലണ്ടിന് പഴയ ഒരു കണക്കും കൂടെ ഉണ്ട്. 1986 വേൾഡ് കപ്പ് അന്ന് അർജന്റീന നേടുന്ന സമയത്ത് ദ ഹാൻഡ് ഓഫ് ഗോഡ്, പിന്നെ അതിനുശേഷം ദ സോളോ ഗോൾ, ദ ഗോൾ ഓഫ് ദ സെഞ്ചുറി, ഇതെല്ലാം നടന്ന ആ ഗെയിം അന്ന് ഏകദേശം എന്താ പറയുക, ആ ഒരു ഹാൻഡ് ഓഫ് ഗോഡിലൂടെ കൈ വെച്ച് മറഡോണ തട്ടിയ ഗോളിലൂടെയാണ് അന്ന് ഇംഗ്ലണ്ട് പുറത്താകുന്നത്. സോ അതിനൊക്കെ പകരം വീട്ടാനായിട്ടുള്ള ഒരു സാധ്യതയായിട്ടാണ് അവർ ഈ ഒരു ഗെയിമിനെ കാണുന്നത്. എത്രയോ നാൾക്ക് ശേഷമാണ് ഫിഫ റാങ്കിങ്ങിലെ ഫസ്റ്റ് 4 ടീംസ് 1, 2, 3, 4 ഈ 4 ടോപ്പ് റാങ്ക് ടീംസ് സെമി ഫൈനൽ എത്തുന്നത്. 4 ടീമുകൾ, നാലും ടോപ്പ് 4 റാങ്കിങ് ടീംസ് വരുന്നതെന്ന് പറഞ്ഞാലും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. സോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എത്ര വർഷങ്ങളാണെന്നുള്ളത്. ബട്ട് ദെൻ ദിസ് ഇസ് എ സ്റ്റാറ്റ്. ഈ ഒരു ഗെയിമിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം. ആൻഡ് ഒത്തിരി ചേഞ്ചസ് വരുത്തണം. ദേ ഹാവ് ടു, ഇതുവരെയ്ക്ക് അവർ പിടിച്ചു വെച്ചിരുന്ന സ്ട്രെങ്തോ അല്ലെങ്കിൽ ഫിറ്റ്നസ്സും മറ്റേത് മറിച്ചതെല്ലാം അടുത്ത ഗെയിമുകൾ 2 ഗെയിമും കൂടെ ബാക്കിയുള്ളൂ. സോ അതിൻ്റെ അകത്ത് എല്ലാം ആ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തേ പറ്റൂ. ഇഫ് നോട്ട് ഇറ്റ് വിൽ ബി ഗുഡ് ബൈ ഫോർ അർജന്റീന. സോ ദേ ഹാവ് ടു സ്റ്റെപ്പ് അപ്പ് ദ ഗെയിം എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. സോ എനിവേസ് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ 2-3 ഗെയിംസാണ് ബാക്കിയുള്ളത്, ഇൻക്ലൂഡിങ് ദ ഫൈനൽ. സോ
ഇറ്റ് വിൽ ബി എന്താ പറയുക an exciting വാച്ച്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, പ്രത്യേകിച്ച് നമ്മൾ അർജന്റീന ഫാൻസിൻ്റെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് രണ്ടാമതൊരു കപ്പ്, അതും കഴിഞ്ഞ സീസൺ അടിച്ചു, ഈ പ്രാവശ്യവും ഒരു കോൺസിക്യൂട്ടീവ് കപ്പ് വരാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ നടന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, വി ഹാവ് കം ദിസ് ഫാർ. ഈ ഒരു ടീമിനെ വെച്ചിട്ട് സെമി വരെ എത്താൻ പറ്റിയത് തന്നെയാണെങ്കിലും ഇറ്റ് ഇസ് എന്താ പറയുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ, പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ, ബൈ.